KSRTCയിൽ വീണ്ടും വായ്പയെടുക്കാൻ തീരുമാനം. ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 450 കോടി രൂപ വായ്പയെടുക്കും. വായ്പ ലഭിച്ചാൽ പിന്നീട് ശമ്പളത്തിനും പെൻഷനും സഹായം നൽകില്ലെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം ബ്രേക്കിംഗ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് KSRTC വീണ്ടും ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുക്കുന്നത്. 450 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ അനുമതി നൽകി. KTDFC KSRTCക്ക് വേണ്ടി കേരള ബാങ്കിൽ നിന്നും എടുത്ത വായ്പയിൽ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇത് KTDFCയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചെങ്കിലും സർക്കാർ ഇടപെട്ടിരുന്നില്ല. ഒടുവിൽ ഇത് കേരള ബാങ്കിനെയും ബാധിച്ചതോടെ പണം അനുവദിക്കാൻ ധനവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇങ്ങനെ ലഭിക്കുന്നതിൽ 425 കോടി ഉപയോഗിച്ച് വായ്പയും കുടിശ്ശികയും തീർക്കാനാണ് നിർദ്ദേശം. തുടർന്ന് KSRTC ബാങ്കുകളുടെ കൺസോർഷ്യത്തെ സമീപിച്ച് 450 കോടി വായ്പയെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതുപയോഗിച്ച് വരും മാസങ്ങളിൽ ശമ്പളവും പെൻഷനും നൽകണം. വായ്പ ലഭിച്ചാൽ പിന്നീട് ഇതിനായി സർക്കാർ പണം നൽകില്ല. ചുരുക്കത്തിൽ വായ്പ ലഭിക്കുന്നതോടെ ശമ്പളവും പെൻഷനും നൽകേണ്ട ബാധ്യത പൂർണ്ണമായും KSRTCയുടെ ചുമലിലാകും. പെൻഷൻ നൽകുന്നതിൽ നിന്നുകൂടി ധനവകുപ്പ് ഇതിലൂടെ പതിയെ തലയൂരുകയാണ്. ഹൈക്കോടതിയിലും ഇതേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകാനാകും സർക്കാർ ശ്രമിക്കുക. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.